ഗൂഗിളിനകത്ത് അവൻ തെരഞ്ഞത് എങ്ങനെ ആത്മഹത്യ ചെയ്യാം, അതും എങ്ങനെ ഫാന് കിട്ടി ആത്മഹത്യ ചെയ്യാമെന്ന് അവൻ തെരഞ്ഞത്. പക്ഷെ അവൻ ആ തെരഞ്ഞ കൂട്ടത്തില് ഈ പ്രശ്നം എങ്ങനെ അതിജീവിക്കാം എന്നത് ഗൂഗിളിനകത്തുണ്ട്. പക്ഷെ അതവൻ തെരഞ്ഞില്ല. അതാണ് ഈ ആത്മഹത്യക്ക് കാരണം. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. രാവിലെ ഒരു സങ്കടമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ പുതുപ്പള്ളിക്ക് സമീപത്ത് ഒരു 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, +2-നാണ്. അപ്പൊ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നുള്ളത് നമ്മളെ എല്ലാം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടുകാരെന്ന് പറയുന്നത് അവരുടെ ഫോണാണ്, അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പം മറ്റുള്ള സൗഹൃദങ്ങൾ ഇല്ലായികയല്ല, ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ ആണെന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരോട് പറയും, അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരോടെല്ലാം ഷെയർ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു റിലാക്സ് കിട്ടും. അപ്പൊ അതുകൊണ്ട് പണ്ട് കാലത്തൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം തൊട്ടതിനും പിടിച്ചതിനും പിള്ളേരെ എന്ത് വഴക്ക് പറഞ്ഞാലും പിറ്റേ ദിവസം ആത്മഹത്യയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഒത്തിരി കുട്ടികൾ ഇതുപോലെ നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങള്, ഇതിന്റെ അത് വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞപ്പോഴത്തേന് ഞെട്ടിപ്പോയി. ആത്മഹത്യ ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് വെറും നിസ്സാരമായിട്ടൊരു കാര്യമാണ്. പക്ഷെ ആ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞുപോയി. അപ്പം ക്ലാസ്സിലും നാട്ടിലും എല്ലാം പഠിക്കാനും എല്ലാം നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പം കൂട്ടുകാരോടെല്ലാം ഞാൻ ജയിക്കുമെന്നാണ് 100% പറഞ്ഞിരുന്നത്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്, നാട്ടിലും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, ജയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോഴത്തേന് ഒരു വിഷയത്തിന് മാർക്ക് പോയി. അപ്പൊ അത് താങ്ങാനുള്ള മാനസികാവസ്ഥ ആ കുട്ടിക്ക് ഇല്ലാതെ പോയി. അതിന് അന്ന് രാത്രി ചെയ്തതാണ് ആത്മഹത്യ. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഇതുപോലെ ഇഷ്ടംപോലെ ആത്മഹത്യകളൊക്കെ നടക്കുന്നുണ്ട്, അത് വിവരിക്കേണ്ട കാര്യമുണ്ടോന്ന്. പക്ഷെ ഈ ആത്മഹത്യ ചെയ്ത രീതി കണ്ടപ്പോഴത്തേനാണ് എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം അന്ന് വൈകിട്ട് മുറിയടച്ച് കിടന്ന കൊച്ച് ഗൂഗിളിൽ അതിന്റെ ഫോണ് പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഫോണിന്റെ അകത്ത് മുഴുവൻ സെർച്ച് ചെയ്തത് എങ്ങനെ ആത്മഹത്യ, അതും ഫാനിൽ ആത്മഹത്യ ചെയ്യുന്ന രീതികളാണ് മുഴുവൻ നോക്കിയത്. ഏതൊക്കെ വിധത്തിൽ ആത്മഹത്യ ചെയ്യാം, അതുപോലെ ഫാനെ കെട്ടി തൂങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതുപോലെ കൈയും കാലിട്ട് അടിക്കാതെ ഇതെല്ലാം ഏത് രീതിയിൽ അതിജീവിക്കാം എന്നുള്ളത് ഗൂഗിളിന്റെ അകത്ത് വ്യക്തമായിട്ട് സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം അതുപോലെ നല്ല മിടുക്കനായിട്ട് ഒരുങ്ങി അങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത്. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പം നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളെ, അതുപോലെ അമ്പലങ്ങളിലാണെങ്കിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളെ, അങ്ങനെയുള്ള സ്കൂളില് ക്ലാസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പിള്ളേരെ പഠിപ്പിക്കേണ്ടതിന്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ ഞാൻ പറയുന്നത്, ഈ കുട്ടികളെ ഇതൊന്നും അല്ല പഠിപ്പിക്കേണ്ടത്. ഇവർക്ക് മുന്നോട്ടുള്ള നമ്മുടെ ഈ ലോകത്ത്, ഈ സോഷ്യൽ മീഡിയ അരങ്ങ് വാഴുന്ന ഈ ലോകത്ത് അവർക്ക് അങ്ങനെ അതിജീവിക്കാം, ഈ ഓരോരോ നിസ്സാര കാര്യത്തില് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർക്ക് ക്ലാസ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പുരാണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവരെ ഈ ഒരു ഘട്ടം ഇതുപോലെയുള്ള ഒരു ആൾക്കാരെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ തോറ്റു പൊക്കോട്ടെ, അത് പറയാൻ എന്താ മടിയാണ്. പണ്ട് കാലത്തൊക്കെ എന്ന് പറയാൻ 3 കൊല്ലം 4 കൊല്ലം തോറ്റ പിള്ളേരും ഒക്കെ വളരെ കൂളായിട്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞ ഓരോ ക്ലാസ്സിലൊക്കെ അന്ന് ചെല്ലുന്ന സമയത്ത് ഞാൻ 3 വർഷമായിട്ട് അവിടെ പഠിച്ച ക്ലാസ്സിലെ കുട്ടികൾ, അതുപോലെ മാതാപിതാക്കളുടെ കയ്യിലും കുറ്റമുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കേൾക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. അപ്പൊ ഞാൻ ഒരു കൗൺസിലിംഗ് ക്ലാസ്സിൽ പോയപ്പോഴത്തേന് അവിടെ വെച്ച് ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവം പറഞ്ഞപ്പോഴത്തേന് എനിക്കത് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിലത് ഇന്നും നിൽക്കുകയാണ്. കാരണം ആ കുട്ടി സ്കൂള് വിട്ട് വന്നതിന് ശേഷം അതിന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യം പറയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞ്, എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളാണ് ഉള്ളത്, അതിന്റെ ഇടയ്ക്ക് നിന്റെ ഇത് കേൾക്കാനോ നേരമില്ല, നീ എന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു വിട്ടു. അത് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞ ശേഷം അത് പിന്നെയും പറഞ്ഞു, ഇതുപോലെ അമ്മ എനിക്ക് ഒരു അത്യാവശ്യ കാര്യം അമ്മയോട് പറയാണെന്ന് പറഞ്ഞപ്പോഴത്തേന് അന്നേരം അമ്മ ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീടുണ്ടായ സംഭവം എന്ന് പറയുന്നത്, ആ കുട്ടി ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോവുകയും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി. അത് പിന്നെ ടീച്ചർമാര് സ്കൂളിൽ തന്നെ കൗൺസിലിംഗ് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് ആ കുട്ടിയെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ആ കുട്ടിക്ക് സ്കൂൾ ബസിന്റെ ഡ്രൈവറിൽ നിന്നൊരു മോശമായ ഒരു ബാഡ് ടച്ച് ഉണ്ടായി. അപ്പൊ അത് അതിന്റെ അമ്മയോട് പറയാൻ ചെന്നപ്പോഴത്തേന് അമ്മ അതിനെ ഓടിക്കുകയായിരുന്നു ചെയ്തത്, കേൾക്കാനൊന്നും മനസ്സ് കാണിച്ചില്ല. അപ്പൊ അമ്മ ഓർത്ത് സ്കൂളിൽ പിള്ളേരുമായിട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അതൊക്കെ ആയിരിക്കും അമ്മ ഓർത്ത്. പക്ഷെ നമ്മൾ കുട്ടികളെ കേൾക്കാൻ തയ്യാറാകണം. അപ്പൊ ആ ഡ്രൈവർ ആ ദിവസം കൊച്ചിന് ഭയങ്കര പ്രയാസം ഉണ്ടായി. അപ്പൊ അത് പിറ്റേ ദിവസം വീണ്ടും ഡ്രൈവർ ഇത് ആവർത്തിച്ചപ്പോഴത്തേന് അത് വീണ്ടും പറയാൻ ചെന്നപ്പോൾ അമ്മ അത് കേൾക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിന് പിന്നെ ആ ഡ്രൈവർ കുട്ടിയെ ദുരുപയോഗം ചെയ്തു. അതുമൂലമാണ് കൊച്ച് മാനസികമായ പ്രശ്നത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ കേൾക്കാൻ നമ്മൾ മാതാപിതാക്കളും തയ്യാറാവണം.
പിന്നെ ചില മാതാപിതാക്കളുണ്ട് കുട്ടികളെ അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ എന്റെ കുട്ടി നല്ല മിടുക്കിയായിട്ട് പഠിക്കുന്നുണ്ട്, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇതൊക്കെ കുറെ മാതാപിതാക്കളുടെ ഈഗോ മൂലം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു വിഷയം അവർക്ക് ഏതാ മനസ്സിന് ഇഷ്ടമുള്ള ആ വിഷയത്തിലേക്ക് അവരെ വിടുക, അല്ലാതെ നിർബന്ധിച്ച് അതുപോലെ ഞാൻ പഠിക്കാൻ പോകുന്ന കൊച്ചിനെ പിടിച്ച് നേഴ്സിംഗിനാക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അവർക്ക് അവരുടേതായ കുറച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ വിടുക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഉഴപ്പൊക്കെ ഉള്ള പിള്ളേരാണ് നല്ലത്. കാരണം ഉഴപ്പില്ലാത്ത പിള്ളേരെന്ന് പറയുന്നത് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഫോണാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഒത്തിരി നല്ല കാര്യങ്ങളും ഉണ്ട്, മോശം കാര്യങ്ങളുണ്ട്. ചില മോശം ഇപ്പം ഗെയിമിനൊക്കെ അഡിക്റ്റ് ആയിട്ട് എന്തുമാത്രം കുട്ടികൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തായിട്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒത്തിരി നിയന്ത്രണം വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ്, നിയന്ത്രിച്ചില്ലേലും പ്രശ്നമാണ്. അപ്പൊ ഒരുപാട് നമ്മൾ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കാനുണ്ട്.